ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എയ്സിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം ഒരിക്കലെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എപ്പോഴും കാവൽ നിൽക്കുന്ന ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ അനിയന്മാരോ അനിയത്തിമാരോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സേനയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ കാണും അല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സിനിമ കണ്ടിട്ടായിരിക്കാം, സീരീസുകൾ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ റിയൽ ലൈഫ് ആയിട്ടുള്ള ഇൻസിഡൻസ് വാർത്തകളിലൂടെ അറിഞ്ഞത് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഇൻസ്പയർ നമ്മൾ ഈ പറയുന്ന സേനകളിലേക്ക് പൊതുവെ എന്ത് ചെയ്യുന്നത്, കയറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സേനകളിലേക്ക് കയറാൻ തൽപരരായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻസ് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൊതുവെ ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അഗ്നിവീർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ്. എല്ലാവർക്കും അറിയാം, അഗ്നിവീർ എന്ന് പറയുന്ന 4 വർഷത്തേക്കുള്ള ഒരു ആർമിയുടെ ഭാഗത്തേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. പൊതുവെ 4 വർഷത്തെ സോൾജിയറിനെയാണ് നമ്മൾ പൊതുവെ അഗ്നിവീർ എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനുശേഷം ഈ പറയുന്ന ഒരു ഭാഗം പേര് എന്ത് ചെയ്യുന്നുണ്ട്, പെർമനന്റ് ആക്കും. ബാക്കിയുള്ളവർ ഈ പറയുന്ന രീതിയിൽ നമുക്ക് വന്നതിന് ശേഷം ഈ പറയുന്ന സ്കിൽ സർട്ടിഫിക്കറ്റും മറ്റ് ബെനിഫിറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള സേനകളിലേക്കും സ്റ്റേറ്റ് PSCകളിലേക്കും UPSCയിലേക്കും പ്രൈവറ്റ് സെക്ടറിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കയറാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത്തരത്തിൽ ആദ്യം വിളിച്ചിട്ടുള്ളത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ്. അതിലേക്ക് നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിനകത്ത് ഈ പറയുന്ന 45% മാർക്കോട് കൂടി തന്നെ നിങ്ങൾ വിജയിക്കണം എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട 5 സബ്ജക്റ്റുകൾക്ക് അഗ്രിഗേറ്റിന് 5 സബ്ജക്ട്സ് ആണ് മിനിമം 35 matrix with 45% in the aggregate of 5 basic subjects and minimum 33% marks in each of the 5 subjects for boards following the grade system. Grades commensurate for percentage above will be considered. ഇന്ത്യൻ ഗൂർഖാസ് ആണെങ്കിൽ 10ാം ക്ലാസ് മതി അല്ലേ. അതേപോലെ തന്നെ ഈ പറയുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു മോട്ടോ ഡ്രൈവിംഗ് ലൈസൻസും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഡ്രൈവിംഗ് റിക്വയർമെന്റ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, അവരെ പരിഗണിക്കും എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ ആർമിയിൽ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എന്ത് ചെയ്യും, അവരെ പരിഗണിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതായത് അഗ്നിവീർ വിഭാഗത്തിലേക്ക് ജനറൽ ഡ്യൂട്ടി, അതായത് നമ്മൾ GD എന്ന് പറയും, വിഭാഗത്തിലേക്ക് 45% പറയുന്ന രീതിയിൽ മാർഗമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17.5 വയസ്സിനും 22.5 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം എന്നുള്ളതാണ്. അല്ലേ, 17.5ക്കും 22.5 വയസ്സിന് ഇവിടെയുള്ളവരാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന +2ലേക്കൊക്കെ കയറാൻ വേണ്ടി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ജോയിൻ ചെയ്താൽ വളരെയധികം ഉപകാരപ്രദമാകും അല്ലേ. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയുന്ന രീതിയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ +2 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പഠിച്ച് പാസ്സായിട്ട് ഇറങ്ങാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ പറയുന്ന അഗ്നിവീർ ടെക്നിക്കൽ എന്ന വിഭാഗത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഈ പറയുന്ന രീതിയിൽ 10 മാത്രം പോരാ, 10ഉം +2 എന്ത് ചെയ്യണം, വേണം അല്ലേ. 10 + 2 ഇന്റർമീഡിയറ്റ് എക്സാം പാസ്ഡ് ഇൻ ദ സയൻസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് വിത്ത് മിനിമം 50% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. അതായത് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഈ പറയുന്ന ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് എന്നീ പറയുന്ന ഭാഗങ്ങളിലായിട്ട് സയൻസ് ഒക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്നിവീർ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും. ജനറൽ ഡ്യൂട്ടിയിലേക്ക് 10ാം ക്ലാസ് മതി. ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ 10 + 2 വിത്ത് ഫിസിക്സ്, മാത്സ് വേണം. അതേപോലെ തന്നെ ഇംഗ്ലീഷും അതിന്റെ ഭാഗത്ത് കൂടെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 50% മാർക്കും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 10 or +2 അതിന്റെ കൂട്ടത്തിൽ ഫിസിക്സും മാത്സും കമ്പൽസറി ആണ്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്ന്, സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്ന് ഈ പറഞ്ഞ ITIയോ മറ്റെന്തെങ്കിലും പറയുന്നതിലേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതായത് എന്ത് തന്നെ ആയാലും 10ാം ക്ലാസ്സും അതേപോലെ തന്നെ ഈ പറയുന്ന ITIയോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ +2 ഉള്ളവർക്ക് മാത്രമേ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൂടാതെ തന്നെ ഓർത്തിരിക്കുക, അവർക്ക് ഈ പറയുന്ന 17.5 വയസ്സിനും 22.5 വയസ്സിനും ഇടയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അഗ്നിവീർ ക്ലർക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ വിളിച്ചിട്ടുണ്ട്. അഗ്നിവീർ ക്ലർക്കിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടെ സീനിയോറിറ്റി ചെറിയ വ്യത്യാസമാണ്. കാരണം ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സയൻസ് വേണമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ ഇല്ലാത്തവർക്കും സേനയിലേക്ക് കയറണമല്ലോ അല്ലെ. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അഗ്നിവീർ ക്ലർക്ക് തസ്തികയിലേക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ വിഭാഗത്തിലേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ അതിലേക്കുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10 + 2 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന കൊമേഴ്സോ ഈ പറയുന്ന ആർട്സ് സ്ട്രീമിലൊക്കെ പഠിച്ചു വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 50% പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ 60% കൂടുതൽ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഏജ് ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത് 17 22 വയസ്സിനിടയിലുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ ഓൾ ആംസ് തസ്തികയിലേക്ക് വിളിക്കുന്നവർക്ക് പൊതുവേ വേണ്ടത് ഒന്നെങ്കിൽ 8ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയാണ്. 8ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത അത് പാസ്സായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
അതും ഈ പറഞ്ഞ രീതിയിൽ 17-22 വയസ്സിനിടയിലുള്ളവരായിരിക്കും ചെയ്യുന്നത് പൊതുവെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 10ാം ക്ലാസ്സിന് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക്, ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്, അവൻ്റെ ഒരു ജോലി പെട്ടെന്ന് സെക്യൂർ ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സേനയിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് അവൻ്റെ ആഗ്രഹമെങ്കിൽ 4 വർഷം ഈ പറഞ്ഞ രീതിയിൽ അഗ്നിവീറിൽ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നമുക്ക് തുടർന്ന് വിദ്യാഭ്യാസം അതേപോലെ തന്നെ ജോലിയും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പെർമനന്റ് ആക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കഴിവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ പെർമനന്റ് ആവാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി തന്നെ 2-3 ബാച്ച് 3-4 ബാച്ച് കൂടുതൽ ഇപ്പൊ തന്നെ എൻറോൾ ആയിട്ടുണ്ട് അഗ്നിവീറിൽ തന്നെ, അല്ലെ. അതേപോലെ തന്നെ ആദ്യത്തെ ബാച്ച് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുകയും കൂടിയാണ്, അല്ലെ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അഗ്നിവീറിൽ ഒരു ഭാഗമായിട്ട് ഇന്ത്യൻ ആർമിയിൽ സോൾജിയർ ആവാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരും നോക്കി നോക്കി. ഈ 17 22 എന്ന് പറയുമ്പം ആ ഒരു വയസ്സിനിടയിലുള്ളവരായിരിക്കണം. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അവർ പ്രധാനമായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്തിനിടയിലും ആയിരിക്കണം നിങ്ങളുടെ ജനനം. അതായത് ഏകദേശം 1 ജൂലൈ 2005-നും 1 ജൂലൈ 2009-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത്. 1 ജൂലൈ 2005-നും 1 ജൂലൈ 2009-നും ഇടയിലായിരിക്കണം ജനനം. അങ്ങനെയെങ്കിൽ മാത്രമേ അതിലേക്ക് നിങ്ങളെ എടുക്കത്തുള്ളൂ. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു ഏകദേശം ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ജനറൽ ഡ്യൂട്ടിക്ക് ആണെങ്കിൽ 166, ടെക്നിക്കൽ ആണെങ്കിൽ 165, അതേപോലെ തന്നെ ക്ലർക്ക് സ്റ്റോർ കീപ്പറിനൊക്കെയാണ് 162 സെന്റിമീറ്റർ ആയിരിക്കണം ഏകദേശം ഒരു ഉയരം എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനോട് തുല്യമായിട്ട് വെയിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 77 സെന്റിമീറ്റർ എങ്കിലും നമുക്ക് എന്ത് വേണം, ചെസ്റ്റ് ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു റിട്ടേൺ ടെസ്റ്റ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT ആണ്. ഓക്കെ, CBT ടെസ്റ്റ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കും. അത് പാസ്സായവർക്ക് മാത്രമേ പ്രധാനമായിട്ടും ഫിസിക്കലിലേക്ക് അവർ വിളിക്കത്തുള്ളൂ. ഫിസിക്കലിനെന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ 1 കിലോമീറ്റർ 1 കിലോമീറ്റർ 600 മീറ്റർ, അതായത് 1 മൈൽ ദൂരം പ്രധാനമായിട്ടും നിങ്ങൾ 5 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കണം. ഓക്കെ, 5 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, ഓടി തീർക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ 30 മാർക്ക് അടുപ്പിച്ച് എന്ത് ചെയ്യും, നമുക്ക് അവിടെ ലഭ്യമാകും. അതേപോലെ തന്നെ 5 മിനിറ്റ് 31 സെക്കൻഡ് 45 സെക്കൻഡിന് ഇടയിലാണ് നിങ്ങൾ ഓടി തീർക്കുന്നതെങ്കിൽ 48 മാർക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ 5 മിനിറ്റ് 46 സെക്കൻഡിനും 6 മിനിറ്റിനും ഇടയിലാണ് നിങ്ങൾ ഓടി തീർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 36 മാർക്കും. അതേപോലെ തന്നെ 6 മിനിറ്റിനും 6 മിനിറ്റിനും 6:15 സെക്കൻഡിനും ഇടയിലാണ് നിങ്ങൾ ഓടി തീർക്കുന്നതെങ്കിൽ 24 മിനിറ്റുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ ലഭിക്കുന്നത്. ഈ മാർഗ്ഗം എല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ അവസാനത്തെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയങ്ങളിൽ ക്രൂഷ്യലായിട്ട് മാറുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഓടിയെടുക്കാൻ പറ്റുമെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഓടിയെടുക്കാൻ വേണ്ടി നോക്കുക. നല്ല ട്രെയിനിങ് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ പുള്ളപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേപോലെ പുള്ളപ്പിന് മാർഗുണ്ട്. അതേപോലെ ഡിച്ച് ക്വാളിഫൈ ചെയ്താൽ മതി. ഡിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു 9 ഫീറ്റിന്റെ ഒരു കുഴി കാണും, അത് ചാടിക്കടന്നാൽ മതി. പിന്നെ 6 ആഗ് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഇങ്ങനെ 6 ആഗ് കാണും, 6 ആഗിൽ ഒന്ന് നടന്നാൽ മതി. ഓക്കെ, അത് രണ്ടും ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ പുള്ളപ്പ് ഏറ്റവും മിനിമം ഉള്ള ഒരു പുള്ളപ്പെങ്കിലും ഒരു 6-7 നിങ്ങൾ പറഞ്ഞ രീതിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഓട്ടം മസ്റ്റ് ആണ്. ഈ പറഞ്ഞ രീതിയിൽ 6 മിനിറ്റ് 15 സെക്കൻഡ് മുമ്പായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഓടിയെങ്കിലും കയറുക. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ആണ്. ഈ പറയുന്ന രീതിയിൽ ഫെബ്രുവരി മാസം തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മാസം വരെയാണ് അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ വൈകിട്ടില്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കുക. ഈ പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വയസ്സൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടി പ്രാക്ടീസ് എന്ത് ചെയ്യുക, തുടങ്ങുക എന്നുള്ളതാണ്. 1 ഏപ്രിൽ 2026 വരെയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ സമയം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ www.joinindianarmy.nic.in നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ആധാറൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് പറ്റും, വളരെ എളുപ്പത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അഫയേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് തരുമോ എന്നുള്ളതാണ്. ഒരുപാട് വലിയ കോംപ്ലിക്കേഷൻസ് അതിന്റെ ഭാഗമായിട്ടില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് നിങ്ങളൊരു പട്ടാളക്കാരനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് ചേർന്നുകൊണ്ട് സേവനമനുഷ്ഠിക്കാൻ വേണ്ടി തൽപരരാകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ബാച്ച് നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, EZB അക്കാഡമിയിൽ നമ്മൾ അഗ്നിവീറിന് വേണ്ടി പ്രത്യേക ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് GDക്ക് ജനറൽ ഡ്യൂട്ടിക്ക് പഠിക്കുന്നവരെ, ക്ലർക്ക്, ടെക്നിക്കൽ വിഭാഗത്തിന്, ട്രേഡ്സ്മാനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് നമ്മുടെ കോഴ്സുകൾ തയ്യാറെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ തരും, റെക്കോർഡ് ക്ലാസ്സുകളും തരും. ഓക്കെ, അതേപോലെ തന്നെ
എനിക്ക് പറയുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടീച്ചിങ് ആണ്. എനിക്ക് പറയുന്ന സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും മുന്നോട്ടേക്ക് പോകാം. അതുകൂടാതെ തന്നെ എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റുകൾ എന്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതുവരെ ഈ പറഞ്ഞ രീതിയിൽ അഗ്നിവീറിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുള്ള മുഴുവൻ പരീക്ഷാ ചോദ്യങ്ങളും അത് അനുബന്ധ ഉത്തരങ്ങളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും അനാലിസിസും എല്ലാം എന്ത് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് നൽകും. അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് എല്ലാം ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ എക്സാമിന്റെ കാര്യത്തിൽ പേടിക്കേ വേണ്ട, നമ്മൾ അത് എന്ത് ചെയ്യും സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഉടനെ തന്നെ തൊട്ട് താഴെ കണ്ട് നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റും. ആ ഒരു എന്താണ് മനസ്ഥിതിയോട് കൂടി തന്നെ ഇതിലേക്ക് സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഭാവിയിലെ എല്ലാ പട്ടാളക്കാരനാവാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്, ബൈ.